നമസ്കാരം. മലപ്പുറം ഒരു തീവ്രവാദ ഹബ്ബായി മാറുന്നോ എന്ന സംശയമാണ് ഇപ്പോൾ ഉള്ളത്. കാരണം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും NIAയുടെയും ഹിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടെ മലപ്പുറം ഉണ്ട് എന്നതാണ് പ്രധാന കാരണം. അവിടുത്തെ ചില സംശയങ്ങൾ സൃഷ്ടിക്കുന്ന പ്രവർത്തനങ്ങളാണ് പല തവണകളായി മലപ്പുറത്ത് നടക്കുന്നത്. രാത്രി കാലങ്ങളിൽ പോലും ഒരു വർഷത്തിൽ തന്നെ പല പ്രാവശ്യം NIA അഥവാ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി മലപ്പുറത്ത് രാത്രികളിൽ റെയ്ഡുകൾ നടത്താറുണ്ട്. അതവർ വേഷം മാറിയൊക്കെ. എന്നത് മാത്രമല്ല, വലിയ രീതിയിൽ രാജ്യദ്രോഹ പ്രവർത്തനങ്ങളും മലപ്പുറത്ത് ഓരോ വ്യക്തികളുടെ അടുത്ത് നിന്നും അവരുടെ വീടുകളിലൊക്കെ റെയ്ഡ് നടത്തുമ്പോഴൊക്കെ പിടികൂടിയിട്ടുണ്ട്. മലപ്പുറത്ത് ഇൻഷുറൻസ് ലഭിക്കാൻ ഭാര്യയെയും 2 പിഞ്ചു മക്കളെയും കൊലപ്പെടുത്തിയ കേസിൽ മുസ്ലിം ജിഹാദിയുടെ വീട്ടിൽ പരിശോധന നടത്തിയപ്പോൾ ലഭിച്ചത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. 10 ലക്ഷം രൂപ ലഭിക്കുന്നതിന് വേണ്ടിയാണ് കൊല ചെയ്തത്. മുസ്ലിം യുവാവ് ഷെരീഫിനെ 12 വർഷത്തിന് ശേഷമാണ് പോലീസ് പിടിയിലായതോടെ പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. മലപ്പുറം അരീക്കോട് സ്വദേശി ഷെരീഫിനെ പോലീസ് ബംഗളൂരിൽ നിന്നാണ് പിടികൂടിയത്. ഇവിടെ ഒളിവിൽ കഴിയുകയായിരുന്ന പ്രതി മറ്റൊരു വിവാഹം കഴിച്ച് ജീവിക്കുകയായിരുന്നുവെന്നാണ് പോലീസ് പറഞ്ഞത്. എന്നാൽ ഇയാൾ പ്രത്യേക അന്വേഷണ സംഘത്തെ പിടിയിലാവുകയായിരുന്നു. 2012 കേസിനാസ്പദമായ സംഭവം നടന്നത്. 7 മാസം ജയിലിൽ കിടന്ന ഇയാൾ ജാമ്യത്തിൽ പുറത്തിറങ്ങി മുങ്ങി നടക്കുകയായിരുന്നു. കൊലപാതകം നടത്തിയത് 2012 ഇയാളുടെ ഭാര്യയുടെ 75 പവന്റെ സ്വർണം ഇയാളെടുത്ത് വിറ്റത് തിരികെ എടുക്കാത്തതോടെ ഭാര്യ തിരികെ ചോദിച്ചതിലാണ് പ്രതി ഈ ഒരു കൊലപാതകം നടത്തിയതെന്നാണ് പ്രതി പോലീസിന് മൊഴി നൽകിയത്. വിവാഹ സമയത്ത് നൽകിയ 75 പവനിൽ 50 പവനും ഭാര്യ അറിയാതെ ഷെരീഫ് വിറ്റിരുന്നു. ഇത് തിരിച്ചെടുക്കാൻ സാബിറ നിർബന്ധിച്ചതോടെ ഭാര്യയെ ഒഴിവാക്കാൻ തന്നെയാണ് ഷെരീഫ് തീരുമാനിച്ചത്. ഇതിനിടെ മറ്റൊരു വിവാഹം കഴിക്കാനായി വധുവിനെ തേടി വാളാഞ്ചേരിയിലെ വിവാഹ ബ്യൂറോയിൽ ഷെരീഫ് പേര് രജിസ്റ്റർ ചെയ്തിരുന്നു. ഇതിനായി ഭാര്യയെയും മക്കളെയും അപകടത്തിൽപ്പെടുത്തുകയായിരുന്നു ഷെരീഫ് കണ്ട ഏക വഴി. സിനിമകളെ വെല്ലുന്ന ക്രൂരതയോടെ സ്കൂട്ടർ വെള്ളക്കെട്ടിലേക്ക് മനഃപൂർവ്വം ഓടിച്ചിറക്കിയ ശേഷം ടയറിലെ കാറ്റഴിച്ചു വിട്ടു. ഇതിനുശേഷം ഇത് പഞ്ചറായെന്ന് പറഞ്ഞു. നാട്ടിൽ വലിയ മതഭക്തനായും ഉപദേശിയായും നടന്ന ഷെരീഫിന്റെ മറ്റൊരു മുഖമാണ് പിന്നീട് മലപ്പുറത്തെ ജനങ്ങൾ കണ്ടത്. അയാളുടെ വീട്ടിൽ നടത്തിയ പോലീസിന്റെ റെയ്ഡിൽ ഞെട്ടിക്കുന്ന വസ്തുക്കളാണ് പിന്നീട് പോലീസ് കണ്ടെത്തിയത്. PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ പേരിൽ നിർമ്മിച്ച വ്യാജ സീലുകൾ, ലൈസൻസ് ഇല്ലാത്ത തോക്കിന്റെ തിരകൾ, ഉത്തർപ്രദേശിലെ കാൺപൂർ പോലുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള ദുരൂഹമായ ബാങ്ക് ഇടപാടുകൾ, നാട്ടിൽ തന്നെയും ഒട്ടേറെ ബാങ്ക് അക്കൗണ്ടുകൾ തുടങ്ങിയവയാണ് ഷെരീഫിന്റെ മലപ്പുറത്തെ വീട്ടിൽ പോലീസ് നടത്തിയ റെയ്ഡിൽ കണ്ടെത്തിയത്. അക്കാലത്ത് കണ്ണൂർ അഴീക്കോട് കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ, വടകര ട്രാഫിക് പോലീസ് സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ നിർമ്മാണത്തിൽ കരാറുകാരന്റെ പങ്കാളിയായി പണം മുടക്കിയിരുന്നതും ഇതേ ഷെരീഫായിരുന്നുവെന്നാണ് മറ്റൊരു വിചിത്ര വസ്തുത. ഇയാൾക്ക് ഇതിനു മാത്രം പണം എവിടെ നിന്നാണ് വരുന്നതും എന്നും ദുരൂഹതയാണ്. കേസിൽ കുടുങ്ങുമെന്ന് ഉറപ്പായതോടെ ജാമ്യത്തിൽ ഇറങ്ങിയ ഷെരീഫ് പിന്നീട് അപ്രതീക്ഷിതനായി. പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. നാടൊട്ടാകെ തിരഞ്ഞിട്ടും പോലീസിന് പ്രതിയെ കണ്ടെത്താൻ സാധിച്ചില്ല. തൻ്റെ പഴയ ബന്ധങ്ങളെല്ലാം ഉപേക്ഷിച്ച് അയാൾ അദൃശ്യനായി. ഇതിനിടെ ഷെരീഫ് കൊല്ലപ്പെട്ടുവെന്നും വിദേശത്തേക്ക് മുങ്ങിയെന്നും പല കഥകൾ നാട്ടിൽ പ്രചരിച്ചു. വർഷങ്ങൾ കടന്നുപോയിട്ടും നീതി ലഭിക്കാത്തതിനെ തുടർന്ന് സാബിറയുടെ പിതാവ് ഒളവട്ടൂർ മായങ്കര തട്ടത്തിൽ മുഹമ്മദ് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയാണ് വഴിത്തിരിവായത്. കൊണ്ടോടി DYSPയുടെ നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ് ടീം നടത്തിയ നിശബ്ദമായ നീക്കങ്ങൾക്കൊടുവിൽ അവർ കർണാടകയിലെ പരപ്പ അഗ്രഹാരിൽ എത്തിയത്. പരപ്പ അഗ്രഹാര ജയിലിലെത്തി അന്വേഷണം നടത്തിയപ്പോഴാണ് ഒരു കേസിനാസ്പദമായ ഒരു വഴിത്തിരിവ് ലഭിക്കുന്നത്. ഒളിവിൽ കഴിഞ്ഞിരുന്ന ഷെരീഫ് അവിടെ പേരും വിലാസവും മാറ്റി മറ്റൊരു ജീവിതം കെട്ടിപ്പടുക്കുകയായിരുന്നു. അങ്ങനെയാണ് ഷെരീഫിൻ്റെ വിവരങ്ങൾ. ഷെരീഫ് താമസിക്കുന്നത് മലപ്പുറത്താണ് എന്നൊക്കെ ഈ ഡാൻസ് ഓഫ് സംഘത്തിന് മനസ്സിലാവുകയും അങ്ങനെ വീട്ടിൽ നടത്തിയ ഒരു പരിശോധനയിലാണ് ഇയാൾക്ക് തീവ്രവാദമായി ബന്ധമുണ്ട് എന്ന് സംശയിക്കുന്ന, അല്ലെങ്കിൽ ആ രീതിയിൽ ഉറപ്പിക്കാവുന്ന തരത്തിലുള്ള പല രേഖകളും, പല ബാങ്ക് അക്കൗണ്ടുകളും, വെടിയുണ്ടകളും അടക്കമുള്ള പല രേഖകളും പോലീസിന് ലഭിക്കുന്നത്.